എൻ്റെ ഗ്രാമഭംഗിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആലുവ മൂന്നാർ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കോതമംഗലത്ത് നിന്നും ഒരു 13 കിലോമീറ്റർ മുമ്പോട്ട് പോകുന്ന കഴിയുമ്പോൾ തലക്കോട് എന്നൊരു ജംഗ്ഷൻ വരുവേ. അപ്പോൾ ആ തലക്കോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് നമുക്ക് മുള്ളിരിങ്ങാടേക്ക് പോകാൻ പറ്റുന്നത്. മുള്ളിരിങ്ങാട് വഴിക്ക് ഇടുക്കിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ ലാഭമുണ്ട്. നേര്യമംഗലം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 കിലോമീറ്ററുകൾ കൂടുതൽ ഓടണം. നല്ല ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ഇതിൽ നമുക്ക് ഇടുക്കിക്ക് പോവുകയാണെങ്കിൽ നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് തനി നാടൻ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും. മുള്ളിരിങ്ങാട് നിന്നും വെള്ളക്കയത്ത് നിന്ന് പുളിക്കത്തൊട്ടി, അത് കഴിഞ്ഞാൽ വെൺമണി, പിന്നെ കഞ്ഞിക്കുഴി, ചേലച്ചുവട് ചെന്നിട്ട് നാഷണൽ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. മുള്ളിരിങ്ങാടേക്ക് തിരിയുമ്പോൾ തന്നെ മുള്ളിരിങ്ങാട് റേഞ്ച് ഓഫീസറുടെ കാര്യാലയമുണ്ട്. അവിടെ ഒരു കൂറ്റൻ മരത്തിൻ്റെ താഴെ അതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ആ ഒരു ഓഫീസിരിക്കുന്ന സ്ഥലം തന്നെ. ഒരു നല്ലൊരു തറവാടിൻ്റെ ലുക്കൊക്കെ നമുക്ക് തോന്നുവേ. പിന്നെ ശരിക്കും ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. നല്ല മരങ്ങളും അതുപോലെ തന്നെ കിളികളുടെ ശബ്ദവും ജൈവ വൈവിധ്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുമേ. പിന്നെ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വന നിയമങ്ങൾ പ്രത്യേകം നമ്മൾ പാലിക്കണം. നമ്മുടെ ജൈവസമ്പത്തിന് കേടുവരുന്ന വേസ്റ്റ് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്നാലും മുള്ളിരിങ്ങാടുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയായിരുന്നു പണ്ടിത്. അന്ന് ചാത്തമറ്റം മുള്ളിരിങ്ങാട് റോഡൊക്കെ തെളിയുന്നതിന് മുമ്പ്, ഏകദേശം ഒരു 70-ന് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു വഴിയാണ് ഈ തലക്കോട് മുള്ളിരിങ്ങാട് റോഡ്. അപ്പോൾ മുള്ളിരിങ്ങാടുകാർക്ക് ടൗണിലൊന്ന് പോകണമെങ്കിൽ അന്നേ കാലത്ത് ഈ ഏറ്റവും സുഗമമായി പോകാൻ പറ്റിയ റോഡായിരുന്നു ഇത്. എൻ്റെയൊക്കെ പിതാക്കന്മാർ, അതായത് അച്ഛന്, അമ്മ, മുത്തച്ഛന്, അവരൊക്കെ ഈ റോട്ടിലൂടെ മുള്ളിരിങ്ങാട് നിന്നും മലഞ്ചരക്കുമായിട്ട്, അതായത് കപ്പ, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, അടയ്ക്ക, അതുപോലെ വനവിഭവങ്ങൾ, ഇതെല്ലാം തലച്ചുമട്ടായിട്ട് മുള്ളിരിങ്ങാട് നിന്നും തലക്കോട് കൊണ്ടുവന്ന് അന്ന് ഒറ്റപ്പെട്ട വണ്ടികളിലൊക്കെ ബസ്സിൽ കയറ്റി കോതമംഗലത്ത് കൊണ്ടുപോയി കൊടുത്ത് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന പലവ്യഞ്ജനങ്ങളും കുറച്ച് ഉണക്കമീനും അതുപോലെ തന്നെ വെറ്റില, അടയ്ക്ക, പുകല ഇത്യാദി സാധനങ്ങൾ. പിന്നെ അന്നത്തെ കാരണന്മാർ ബീഡി വലിക്കുമായിരുന്നു. ബീഡി ഇന്നും വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അന്നത്തെ അത്രയും ബീഡി സിഗരറ്റ് ഉപയോഗം ഇന്നില്ലെന്നാണ് എൻ്റെ ഒരു തോന്നലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പലഹാരം, പ്രത്യേകിച്ചും ബേക്കറി ഒന്നും അങ്ങനെ മുള്ളിരിങ്ങാടില്ലായിരുന്നു. അപ്പോൾ കോതമംഗലത്ത് ബേക്കറിയൊക്കെ ഉണ്ട്. മാർക്കറ്റിനോട് ചേർന്നുള്ള ബേക്കറിയിൽ നിന്ന് ബേക്കറി പലഹാരങ്ങൾ, കുട്ടി ഉടുപ്പുകൾ, ഇതൊക്കെ വാങ്ങി പയ്യെ തലക്കോട് വന്നിറങ്ങി. പിന്നെ അന്ന് ഈ മുക്കിന് ചാരായക്കടയൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നേ. അപ്പം നമ്മുടെ കാരണന്മാർക്ക് വേറെ ഒന്ന് മിനുങ്ങാൻ പറ്റുന്ന സാഹചര്യം വേറെ ഇല്ലാത്തത് കൊണ്ടും തലക്കോട് ഭാഗത്ത് വന്നിറങ്ങി അരക്കുപ്പി ചാരായൊക്കെ മേടിച്ച് അതും കഴിച്ച് ഒരു ബീഡിയൊക്കെ വലിച്ച് പയ്യെ സന്ധ്യയോടുകൂടി ടൗണിൽ നിന്ന് വാങ്ങിയ സാധനവും ചുമലിലേറ്റി ഒരു മെഴുകുതിരിയും വാങ്ങിച്ച് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചിരട്ടയും സംഘടിപ്പിച്ച് അത് ഈ പ്രത്യേക രീതിയിൽ വിരലിനിടയ്ക്ക് വെച്ചിട്ട് കൈയുടെ പുറകിലെ ഉള്ളം കൈയിലായിട്ട് നമ്മുടെ ചിരട്ടയും വെച്ച്, അപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് പോലെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നടന്നിങ്ങ് പോരും. ഇന്നിങ്ങനെ വഴി നടക്കേണ്ട സാഹചര്യമില്ലല്ലോ. സ്ട്രീറ്റ് ലൈറ്റുണ്ട്, 2 വീലറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അഥവാ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ മെഴുകുതിരി വെളിച്ചത്തിൽ നിങ്ങളുടെ വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ ഒക്കെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എഴുതണേ. എന്താണെങ്കിലും ഞാൻ അങ്ങനെ ധാരാളം പോയിട്ടുണ്ട്. ആ മെഴുകുതിരിയൊക്കെ ഉരുകി കയ്യിലേക്കൊക്കെ വീഴുമ്പോൾ കൈയൊക്കെ ചൂടാവും, പൊള്ളവും ചെറുതായിട്ട്. എന്നാലും അതൊന്നും വിഷയമല്ല. അതെ, നമ്മൾ വർത്തമാനം പറഞ്ഞു പോന്നെങ്കിലും നമ്മുടെ അടുത്ത ചെക്ക് പോസ്റ്റായി. ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടെ ഒരു കമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ചെക്കിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെ കാവലുണ്ട്. അവിടെ ഒരു കോലൊക്കെ ഇട്ട്
നമ്മൾ തടയുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമുക്ക് മുമ്പോട്ട് നടക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ് നമ്മുടെ തലയിലേക്കും നമ്മുടെ ചിന്തയിലേക്ക് വരുന്നറിയാം. നമ്മുടെ അമ്മയും മുത്തശ്ശിയൊക്കെ ഇതിൽ കുട്ടികൾക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നടന്നു പോയ ഒരു കാലം ഒന്ന് ആലോചിക്കുക. ഇന്ന് നമുക്ക് സാധിക്കുമോ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു കണക്കിന് ആലോചിച്ചാൽ അന്നത്തെ ആ കാലമായിരുന്നേ നല്ലത്. നമ്മൾ വർത്തമാനം പറഞ്ഞ് നമ്മൾ ഇഞ്ചിപ്പാറയിലെത്തി. എൻ്റെ ചെറുപ്പത്തിൽ ഈ പാറയെ തലക്കോട് പാറ എന്നാട്ടോ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് ഇഞ്ചിപ്പാറ എന്ന നാമകരണം ഇത് സ്വയം സ്വീകരിച്ചതാണ്. അതിനൊരു കാരണം ഈ കർഷകർ ധാരാളം ഇഞ്ചി ഈ പാറയെ കൊണ്ടുവന്ന് ചിരണ്ടി ഉണങ്ങി എടുക്കാൻ പറ്റുന്ന നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ വഴി സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വ്യാപകമായി ഇഞ്ചി കൊണ്ടുവന്ന് ഇറക്കി, അതായത് കുടക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നാഷണൽ പെർമിറ്റിന് ഇഞ്ചി കൊണ്ടുവന്ന് ഇറക്കി ഇവിടെയുള്ള തൊഴിലാളികളെയൊക്കെ വിളിച്ച് അത് ചിരണ്ടി ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഇഞ്ചി ചിരണ്ടാനൊക്കെ വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നേ. ആ കാലമൊക്കെ പോയി. ഇവിടെയുള്ള അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ ഒരു വരുമാന മാർഗം കൂടിയായിരുന്നു ഈ ഇഞ്ചി ചിരണ്ടൽ. ആ പാറയിൽ ആ വെളുത്ത് കാണുന്ന സ്ഥലമൊക്കെ ഇഞ്ചി ഉണങ്ങാനിട്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഫോറസ്റ്റ് അനുവദിക്കുന്നില്ല അവിടെ ഈ ഇഞ്ചി ഉണങ്ങാനോ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികളൊന്നും ഇപ്പോൾ നിയമം കർക്കശമാക്കിയതുകൊണ്ടാണ്. അപ്പോൾ വളരെ മനോഹരമായ ദൃശ്യഭംഗിയാണ് ഇവിടെ. ഇഞ്ചി ചിരണ്ടുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഇരുന്ന് ഇഞ്ചി ചിരണ്ട വിശപ്പും ദാഹവും ഒന്നും തോന്നില്ല. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ. അമൂല്യങ്ങളായ ഔഷധ ചെടികൾ, അതുപോലെ കാട്ടുകടുക്, പിന്നെ വിവിധ തരത്തിലുള്ള ഔഷധ മരങ്ങൾ, നല്ല ശുദ്ധമായ വായു, നല്ല വെള്ളം, എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഈ റോഡ് സൈഡിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും കടല കുറിക്കാനൊക്കെ സാധിക്കും. അതിനൊന്നൊരു തടസ്സമില്ല. അല്ലെ മഴയാണെങ്കിൽ നമുക്ക് കുട പിടിച്ച് നിന്ന് പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാം. നല്ല കോടമഞ്ഞൊക്കെ പാറിപ്പറന്നു വരും. അതുപോലെ മഴ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പാറി വരുന്ന ഒരു ദൃശ്യം വളരെ മനോഹരമാണ് മഴക്കാലത്ത് ഇവിടെ നിൽക്കാൻ. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ സമ്മർ സീസണിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ വളരെ രസമാണ്. നമുക്ക് ഒരല്പസമയം റിലാക്സ് ചെയ്യാനൊക്കെ നല്ല രസമാണ് ഈ സ്ഥലം. ഈ പാറയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളം കോരി കുടിക്കാനൊക്കെ ഒരു പ്രത്യേക ഔഷധ മൂല്യം തന്നെയുണ്ട്. ധാരാളം ഔഷധ ചെടികളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ്, ഒരു മലിനീകരണവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കോരി കുടിക്കാമെന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. പാറയിലൂടെ ഒഴുകി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് ആ വെള്ളത്തിന് കേട്ടോ. ഞാൻ കുടിച്ചു നോക്കിയതാണേ. ഇതൊക്കെ റോഡ് സൈഡിൽ നിന്നേ കാണാവുള്ളൂ കേട്ടോ. വനത്തിൽ അതിക്രമിച്ച് കയറരുതേ. പിന്നെ ധാരാളം കാട്ടെള്ളുകൾ, ആട്ടെള്ളാണ് ഇപ്പോൾ കാണുന്നത്. കാട്ടെള്ളെന്ന് അപൂർവമായിട്ട് കാണാറുള്ളൂ. അതിപ്പോൾ പൂത്ത് നിൽപ്പുണ്ട്, അതിൻ്റെ കാ വിരിഞ്ഞിട്ടുണ്ട്. എള്ളുംപൂവിൻ്റെ ഒരു സുഗന്ധം സത്യം പറഞ്ഞാൽ നമ്മളെ മത്ത് പിടിപ്പിക്കുന്നൊരു മണമാണ്. നല്ല കാർകൂന്തലിൽ എള്ളെണ്ണ തേച്ച ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു സുഗന്ധമാണ് തന്നെ കേട്ടോ. തീർച്ചയായിട്ടും ഒരു 4 മണി 5 മണിയൊക്കെയുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറുപ്പകാലത്തിൽ നമ്മുടെ ഒരു കൗമാരത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു പോവേ. പിന്നെ കവിത എഴുതാനോ അല്ലെങ്കിൽ അല്പം ചിന്തിക്കുന്നവർക്ക് നോവൽ എഴുതാനോ ചെറുകഥ എഴുതാനോ എന്തിനു വേണ്ട ഒരല്പം സാഹിത്യമെങ്കിലും മനസ്സിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരന് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഒരു കടലാസ് തുണ്ടിൽ അന്ന് എഴുതണമെന്ന് പോലും തോന്നിപ്പോവും. അത്ര വർണ്ണിച്ചാൽ ഒട്ടും അധികപ്പറ്റല്ലാത്ത ഒരു സൗന്ദര്യമാണ് ഇവിടെ ഈ പ്രകൃതിയുടേത്. സത്യത്തിൽ സർക്കാർ ഇതൊക്കെ ഒന്ന് കയറി പോകാനും അല്ലെങ്കിൽ അതിനൊരു പാസ് വെച്ചിട്ട് സർക്കാരിലേക്കൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ ഒന്ന് ആലോചിച്ചാൽ എന്ത് നന്നായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് പോയി ഞാൻ കേട്ടോ. എന്നിരുന്നാലും നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ പോലും ഈ വഴിയെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണെടുത്ത് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ നിങ്ങളിതിൽ കടന്നു പോകില്ല, അത് ഉറപ്പ്. വംശനാശം വരുന്ന നിരവധി മരങ്ങൾ, ചെടികൾ, ഔഷധ ചെടികൾ ഇതെല്ലാം ഈ പ്രദേശത്ത് ധാരാളമുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരു പാറക്കൂട്ടമോ അല്ലെങ്കിൽ നിരന്നൊരു പാറയോ കാണാനില്ല. പ്രകൃതിയെ ഇത്രയും തൊട്ടറിയാൻ പറ്റുന്ന ഈ റൂട്ടിലെ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നവ്യാനുഭവമായിരിക്കും.
ഇവിടെയാണോ പ്രകൃതി കണ്ണാടി നോക്കുന്നത്, ചാന്തുപൊട്ട് ചാർത്തുന്നത് എന്നൊക്കെ നമുക്കിവിടെ വരുമ്പോൾ തോന്നിപ്പോവും കേട്ടോ. സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി നമുക്ക് ധാരാളം മനോഹരമായ ദൃശ്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഈ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവവും നിങ്ങളുടെ ഓർമ്മകളും കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നമസ്കാരം.